സിജോ സാർ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇത് മാധ്യമങ്ങൾ ആദ്യം തന്നെ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസും ബിംസ്റ്റെക് ഉച്ചകോടിയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർ കൈ കൊടുത്തു, പക്ഷെ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് നയതന്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ. യൂനസ് നരേന്ദ്രമോദിയെ കാണണം എന്ന് പറഞ്ഞിരുന്നു, അഭ്യർത്ഥിച്ചിരുന്നു. കാരണം ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ മോദിയെ കാണണമെന്ന് പറഞ്ഞ യൂനസ് പെട്ടെന്ന് പൊടുന്നനെ ചൈനയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വളരെ സുപ്രധാനമായിട്ടുള്ളതും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് കരാറുകൾ ചൈനയ്ക്ക് ഇയാൾ തീരെഴുതി കൊടുത്തു എന്നറിയാൻ സാധിക്കുന്നു. ഇന്ത്യക്ക് വളരെയധികം ഭീഷണിയുണ്ട് അതിൽ എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചിക്കൻ നെക്കിന്റെ തൊട്ടടുത്ത് ചൈനയുടെ ഒരു വ്യോമത്താവളം വരാനായി പോകുന്നു. അതൊന്നാമത്തെ കാര്യം. പിന്നെ ടീസ്റ്റ നദിയുമായി ബന്ധപ്പെട്ട കരാർ ചൈനയ്ക്ക് എടുത്തു കൊടുത്തു. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് ഈ ടീസ്റ്റ നദിയുടെ കരാർ എന്ന് പറയുന്നത്. അത് ചൈനയ്ക്ക് എടുത്തു കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അടുത്ത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരം പല കാര്യങ്ങളും ചൈനയിൽ ചെന്ന് ഇയാൾ പറഞ്ഞു. കാരണം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കരയാൽ ചുറ്റപ്പെട്ട മേഖലയാണ്, അവിടെ സമുദ്രമില്ല. അതുകൊണ്ട് അവിടെ എന്ത് തീരുമാനിക്കണം, എങ്ങനെ ഇരിക്കണം എന്ന് ബംഗ്ലാദേശിന് അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനയൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോ മോദിയുമായിട്ട് കാണാനായിട്ട് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പൊ ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ ഒരു കണ്ണുണ്ടോ? ചൈന ഓൾറെഡി പാകിസ്ഥാനിൽ കണ്ണുവെച്ച് അവരുടെ മറ്റേ വലിയ നാഴികക്കല്ലായിട്ടുള്ള പാതയൊക്കെ, സിൽക്ക് റോഡ്, മറ്റേ ഇതൊക്കെ കൊണ്ടുവന്ന്, ബെൽറ്റ് റോഡ് അതൊക്കെ കൊണ്ടുവന്ന് ബലൂചിസ്ഥാനിൽ കൊണ്ടുവന്ന് ഗ്വാദ്വാർ തുറമുഖം വഴി ബന്ധിപ്പിച്ച് അതൊരു അവരുടെ കിരീടത്തിൽ ഒരു പൊൻതൂവലായിരുന്നു ബീജിംഗിൽ നിന്ന് ഇതുവരെ ഇന്ത്യൻ ഓഷൻ വരുന്ന ഒരു റൂട്ടെന്ന് പറയുന്നത്. അപ്പോ ആ ബന്ധിപ്പിച്ചപ്പോഴാണ് അവിടെ ബലൂചിസ്ഥാനിൽ BLA ആർമി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. $256 മില്യൺ അവര് മുതൽ മുടക്കി ചെലവാക്കിയ വിമാനത്താവളം, പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളം, തുറക്കാൻ പോലും പറ്റാതെ അവിടെ പ്രക്ഷോഭം ശക്തമായി. അങ്ങനെ അവർ ആ പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ ഒരു പദ്ധതി, സമാനമായ ഒരു പദ്ധതി, ബീജിംഗിൽ നിന്ന് ഒരു റോഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതിക്ക് അവർ ഒപ്പിട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷെ അത് വരുന്നത് നമ്മുടെ ചിക്കൻ നെക്ക് കീറി പിളർന്നുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇത് നടപ്പായിട്ടുള്ള ഒരു കാര്യമാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് നമ്മൾ കാണേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അവർക്കൊരു ലോങ് ടൈം പ്ലാൻ ഉണ്ടായിരിക്കും, അല്ലെ ഒരു മിലിറ്ററി ഡോക്ട്രിൻ ഉണ്ടായിരിക്കും. അപ്പൊ അവരവിടെ കൊണ്ട് ഒരു ചിക്കൻ നെക്കിന് അടുത്ത് വരെ അവർ റോഡ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്ന ഏരിയ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ സിക്കിമിനും ഭൂട്ടാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനും ഇടയ്ക്ക് അവർക്കൊരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു ഏരിയ ഉണ്ട് അവരുടെ. അവിടുന്ന് സിലിഗുരി കോറിഡോർ ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ, പ്രോബബ്ലി മേ ബി ഒരു 50 കിലോമീറ്റേഴ്സ് കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിഗുരി കോറിഡോറിന്റെ 32, അതായത് സിലിഗുരി കോറിഡോർ എന്ന് പറഞ്ഞാൽ 19 to 32 കിലോമീറ്റർ ആണ് അതിന്റെ വീതിയുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ രംഗ്പൂർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് ആണ്. ഈ രംഗ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അത് ശരിക്കും ഒരു വിമാനത്താവളം അല്ല, ഒരു എയർ സ്ട്രിപ്പ് ആണ്. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു എയർ സ്ട്രിപ്പ് ആണ്. ലാൽമോർഗഞ്ച് അങ്ങനെ കണ്ട അതിന്റെ പേര്, അങ്ങനെ ഒരു പേരുള്ള ആ ഒരു എയർ സ്ട്രിപ്പ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവര് അതൊരു ഡിസ്ട്രിക്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ എല്ലാവരും വാർത്ത കൊടുക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് രംഗ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു എയർ സ്ട്രിപ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ എയർ സ്ട്രിപ്പ് ആണ് ഇപ്പൊ ചൈനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതില് ഇന്ത്യക്ക് ഈ പറയുന്ന നദിയിലെ കരാറ് മാറ്റിക്കൊടുത്തതെന്നൊന്നും പറഞ്ഞാൽ വലിയൊരു പ്രശ്നമുള്ള കേസല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ നദി തന്നെ ഇന്ത്യയിൽ കൂടെ കിടന്ന് ബംഗ്ലാദേശിലോട്ട് പോകുന്ന നദിയാണ്. നദിയിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ കരാറ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തൊരു ഡാം പണി. അപ്പൊ അതൊരു ഇഷ്യൂ ഉള്ള കേസല്ല. അതവര് കൊടുത്താലും ആ നദി കൂടെ വെള്ളം ഒഴുകണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പൊ അതവിടെ നമുക്കൊരു അതിലൊരു റെലവൻസ് ഒന്നുമില്ല, വെറുതെ ചൊറിയാൻ പറയുന്നത്. പിന്നെ ഇതില് ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കാണുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യ കയറി അടിക്കുക എന്നുള്ളത് നിലവില് ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റിന്റെയും അതേപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതേപോലെ തന്നെ ഈ ഒരാവശ്യമാണ്. കാരണം ഗ്ലോബലി ഒരു റിസഷൻ വരാൻ പോവാണ്. അപ്പൊ ഒരു വാറിലോട്ട് ഇന്ത്യനെ വലിച്ചിടണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരു 19 മണിക്കൂർ 20 മണിക്കൂറാണ് നമുക്ക് രംഗ്പൂർ ക്ലിയർ ചെയ്യാനും അതേപോലെ ചിറ്റഗോങ് ക്ലിയർ ചെയ്യാനും നമുക്ക് വേണ്ടതെന്നാണ് നമ്മുടെ നിലവിലെ വിചാരം. അപ്പൊ ആ വിചാരത്തിനനുസരിച്ചാണ് നമ്മൾ അതിന് വർക്കൗട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു വാർ തുടങ്ങുന്ന എളുപ്പത്തിൽ അത് നിർത്താൻ പറ്റണമെന്നില്ല. അതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാറിലോട്ട് പോകുന്നു, അത് ആ വാർ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ പോലും പബ്ലിക് ഒപ്പീനിയൻ ഇതിൽ വലിയൊരു സ്ഥാനമുണ്ട്. അതായത് അവർ പറയും എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ കയറി അടിക്കേണ്ട, അതുകൊണ്ടല്ലേ ഇവിടെ ടെറർ അറ്റാക്സ് നടക്കുന്നത്. ഈ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബംഗ്ലാദേശിൽ നമ്മൾ കയറി അടിച്ചു, ആ രംഗ്പൂർ ഡിസ്ട്രിക്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ എയർ സ്ട്രിപ്പിൽ ചൈനയ്ക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല.
പക്ഷെ അത് പിടിച്ചില്ലേലുള്ള പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എയർ സ്ട്രിപ്പ് നമ്മുടെ സിലിഗുരി കോറിഡോറിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ്. അതായത് നമ്മുടെ വെറും 19 കിലോമീറ്റർ ടു 32 കിലോമീറ്റർ വീതിയുള്ള സിലിഗുരി കോറിഡോർ ചിക്കൻ നെക്കിൽ നിന്ന് വെറും 10 കിലോമീറ്റർ അപ്പുറത്താണ് എയർ സ്ട്രിപ്പ് ഉള്ളത്. അവരത് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ അവരുടെ അഡ്വാൻസ് ബോംബേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൈനയുടെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യവും അതേപോലെ തന്നെ ചൈനയെ ഫണ്ട് ചെയ്ത 1971 തൊട്ട് ചൈനയെ ഫണ്ട് ചെയ്ത ഗ്ലോബൽ ആയിട്ടുള്ള ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ലെഫ്റ്റ് ലിബറലുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു ബംഗ്ലാദേശിന്റെ ആ പോയിന്റിൽ ചൈനയുടെ ഒരു എയർ സ്ട്രിപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ചോളം അത് നമ്മുടെ ജീവൻ മരണ പ്രശ്നമായിട്ട് മാറും. അത് ഒരു റിയൽ ത്രെട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഇപ്പൊ നമ്മൾ രംഗ്പൂർ പിടിച്ചു. എന്താണ് അതിലെ പ്രശ്നം? രംഗ്പൂർ പിടിക്കാൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മാക്സിമം ഒരു 3 ദിവസം അല്ലെ 4 ദിവസം, അതിന്റെ അപ്പുറത്ത് പോവില്ല. കാരണം ഈ 17 കോർ റെജിമെന്റ് ബംഗാളിലുള്ള റെജിമെന്റ് ആണ് പണ്ട് ബംഗ്ലാദേശ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഉപയോഗിച്ചത്. അതേ റെജിമെന്റിനെ ഉപയോഗിച്ച് തന്നെ രംഗ്പൂർ ഡിസ്ട്രിക്ട് കട്ട് ചെയ്യാം. മേ ബി അതൊരു 132 കിലോമീറ്റേഴ്സ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്. 132 കിലോമീറ്റർ സ്ട്രെച്ചിലോട്ടോ ഇന്ത്യൻ ആർമി കയറി കഴിഞ്ഞാൽ രംഗ്പൂർ ഡിസ്ട്രിക്ട് ബംഗ്ലാദേശിൽ നിന്ന് പോകും. താങ്കൾക്ക് ആ മാപ്പ് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവിടുന്ന് പോകും. അപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പറയാൻ പോകുന്നത് എന്താണ്? ഇന്ത്യ അറ്റാക്ക് ചെയ്തു. അപ്പൊ നമ്മൾ പറയുന്നു ചൈനീസ് പോർട്ട് ചൈനീസ് വ്യോമത്താവളം അവിടെ വരുന്നത് നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. നമ്മുടെ 7 സംസ്ഥാനങ്ങൾ അവിടെ ഉണ്ട്, അത് പോകുന്നു പറയും. ഇതേ കാര്യമാണ് റഷ്യ ഉക്രൈൻ അടിക്കാനും വേണ്ടി ഡോൺബാസ്ക് റീജിയനിലൊക്കെ അവർ കഴിഞ്ഞ 2014 തൊട്ട് 2022 വരെയും റഷ്യൻ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് റഷ്യൻ സ്പീക്കിംഗ് ആൾക്കാർ കൂടുതലുള്ള ഒരു ഏരിയ അവർ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ ഒരു ചിക്കൻ നെക്കിന് അടുത്ത് ഒരു ചൈനീസ് വ്യോമത്താവളം വരുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ രംഗ്പൂർ ഡിസ്ട്രിക്ട് ഇനിയിപ്പോ നമ്മൾ എടുത്താൽ എന്താ പ്രശ്നം? എടുത്താൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രംഗ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യും? 1. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊരു ഓൾറെഡി ബംഗ്ലാദേശ് നമ്മൾ ഉണ്ടാക്കി ബംഗ്ലാദേശ് വേണ്ട സർവ്വ സഹായവും ഇപ്പോഴും കൊടുക്കുന്നത്. അതായത് അവിടെ ഭക്ഷണം കഴിക്കണേലും അവിടുത്തെ വ്യവസായങ്ങൾ ചലിക്കാനുള്ള കോട്ടണോ ജൂട്ടോ എന്തും കൊടുക്കുക, എല്ലാം പോകുന്ന ഇന്ത്യ എന്നാണ്. അതായത് അവിടുത്തെ ടെക്സ്റ്റൈൽ വ്യവസായം ഫുള്ളി ഡിപ്പെൻഡ് ഇന്ത്യ. അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നിട്ടും പലരും ചോദിക്കുന്നുണ്ട്, മോദി എന്തിനാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്, എന്തിനാണ് കോട്ടൺ കൊടുക്കുന്നത്, എന്തിനാണ് ചാവൽ കൊടുക്കുന്നത്? അത് സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം കൂടി അവിടെ പട്ടിണി കിടന്ന് എല്ലാം കൂടെ വലിച്ചു കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും വലിയ തലവേദനയാണ്. ഇതാകുമ്പോൾ പൈസ കൊടുത്തിട്ടല്ലേ, അത് അവന്മാർ വാങ്ങിച്ച് തിന്ന് അവിടെ കൂടി അമ്മമാരെ കൊണ്ട് പറ്റുന്ന പരിപാടി ഒപ്പിച്ച് അവന്മാരെ അവിടെ ഇരുന്നോളൂ എന്ന് പറയും. പക്ഷെ ഈ വാറ് ഇത് ബംഗ്ലാദേശിൽ ഈ കൂ ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനാണ്. ബംഗ്ലാദേശിനെ അതിനൊരു പ്രത്യേകിച്ച് ഒരു വലിയ ഇതുള്ള ഒരു കൺട്രി ഒന്നുമല്ല. ബംഗ്ലാദേശിനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് അവിടെ ഒരു ടെററിസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോർത്ത് ഈസ്റ്റ് 7 ഡിസ്ട്രിക്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ അവർക്ക് ഒരു സ്ഥലമായിട്ട് ചൈനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ശക്തിക്കോ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ടും ഇന്ത്യയിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് ടെറർ അറ്റാക്ക് നടത്താൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഇന്ന് ലോകത്തുള്ളൂ, അത് ബംഗ്ലാദേശാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏകദേശം 3 കോടി to 4 കോടി എസ്റ്റിമേറ്റഡ് ബംഗ്ലാദേശീസ് ഉണ്ട്. അവര് അതായത് റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് എന്ന് തന്നെ പറയണം. അതായത് നമ്മൾ വിചാരിക്കും നിങ്ങൾ വെറുതെ കയറി ഇങ്ങോട്ട് വരുന്നതാണ്, ജീവിക്കാൻ വേണ്ടി വരുന്നത്, അങ്ങനെയുള്ളൊരു അപൂർവം കാണുമായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് കയറി വരുന്ന മിക്കവാറും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട വെച്ചിട്ടും അതായത് അവർക്ക് കയറി വരുമ്പോൾ തൊട്ട് അവർക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് വരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സെറ്റപ്പ് ഇവിടെ പണ്ടത്തെ ലിബറൽ ആൻഡ് നിങ്ങൾക്കറിയാലോ, നമുക്ക് അങ്ങനെ പല ആൾക്കാർക്കും ഉണ്ട്. ഹമാര മോക്കാഹെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. അപ്പൊ ആ മോക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൂട്ട് വർക്കായിരുന്നു ഈ പറയുന്ന 3 crore to 4 crore. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ അത് അടിക്കൂല, ഇന്ത്യക്ക് അങ്ങനെ ഒരു ശീലമില്ല, നമ്മൾ പഴയ ലോക സംസ്ഥ സുഖന ഭവന്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് സ്റ്റിൽ എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അത് ഏതായാലും അവിടെ ചൈനയ്ക്ക് ഒരു ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേറെ മാർഗമില്ല, രംഗ്പൂർ ഡിസ്ട്രിക്ട് നമ്മൾ കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പുറത്ത് ചൈനയ്ക്ക് പറഞ്ഞ ഇന്ത്യൻ എയർ സ്പേസ് കിടന്നിട്ട് വേണ്ട ചൈനയുടെ യുദ്ധവിമാനങ്ങളോ അല്ലെ ചൈനയുടെ ഏതെങ്കിലും ഒരു ആർമി വരണമെങ്കിൽ ഇന്ത്യൻ എയർ സ്പേസ് വിട്ടിട്ട് പറയാൻ പറ്റില്ല. കാരണം റോഡ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിനെയും ഇന്ത്യക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ ആ ഭൂട്ടാന്റെ ഇടയിൽ കൂടെയുള്ള കോറിഡോർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് സിലിഗുരി ഉണ്ട്. സിലിഗുരിയിൽ നമ്മുടെ വേറെ റെജിമെന്റ്സ് അതേപോലെ എയർഫീൽഡുകൾ നോർത്ത് ഈസ്റ്റിലെല്ലാം ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് നമ്മളെ ചൈനക്ക് അറ്റാക്ക് ചെയ്യണം, അല്ലെ എന്തിന് ബംഗ്ലാദേശിലോട്ട് ചൈനയ്ക്ക് യുദ്ധവിമാനം അയക്കണമെങ്കിൽ എതിലൂടെ വരണം? ഫുള്ള് കടല് ചുറ്റി വന്നാലേ യുദ്ധവിമാനം ബംഗ്ലാദേശിൽ കയറുള്ളൂ. അത് പിന്നെ ഉള്ള ഒരേ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മ്യാൻമാർ ബോർഡറിന്റെ ഇപ്പം റക്കീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഇത് ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് അരക്കൻ ആർമി ആ കട്ട് ചെയ്യുന്ന, അതിന് മുകളിൽ കൂടെ വരണം. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ സിത്വേ പോർട്ടില് മോസ്റ്റ് പ്രോബബ്ലി ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഉറപ്പായിട്ടും ചൈനയ്ക്ക് ആ ഒരു മേഖലയിൽ കടലിൽ കൂടെയോ അല്ല മ്യാൻമാറിന് മുകളിൽ കൂടെ അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് വിമാനങ്ങൾ ഇറക്കാൻ പറ്റില്ല. അപ്പൊ ചൈനയെ സംബന്ധിച്ച് ചൈനനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ, ആ ഒരു ഏരിയ നമ്മൾ കട്ട് ചെയ്യും. ഇപ്പുറത്ത് എവിടെയാ ചിറ്റഗോങ് ഹിൽ ട്രാക്കിന്റെ ഒരു നെക്ക് നിങ്ങൾക്ക് അറിയാം, ബംഗ്ലാദേശിന്റെ മാപ്പ് നോക്കുന്ന താഴത്തെ ഭാഗത്ത് അവർക്കൊരു ചിക്കൻ നെക്ക് ഉണ്ട്. അതായത് സിലിഗുരി ചിറ്റഗോങ് ഹിൽ ട്രാക്കിന്റെ ബംഗ്ലാദേശ് മെയിൻ ലാൻഡിന്റെ ഇടയ്ക്ക് പ്രോബബ്ലി അതിന്റെ ഒരു മാപ്പിൽ നോക്കിയിട്ടുള്ള ഒരു ഇത് നമ്മൾ നിശ്ചയിക്കുമ്പോൾ പ്രോബബ്ലി ഒരു 30 കിലോമീറ്റേഴ്സ് കൂടുതൽ അതിന് വീതിയില്ല. അത് നമ്മൾ കട്ട് ചെയ്യുക പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അരക്കൻ ആർമീനെ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്, അല്ലെ നമ്മൾ തന്നെ കട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും കൂടെ ചെയ്യുവാണെങ്കിൽ, മാത്രമല്ല ആ ഏരിയയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ 60% ഹിന്ദുക്കളാണ് ഈ ചിറ്റഗോങ്ങിൽ. പിന്നെ കുറച്ച് റോഹിംഗ്യൻസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബുദ്ധിസ്റ്റും കുറച്ച് അളവിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ നമുക്ക് ഓൾറെഡി അവർക്ക്, അതായത് ആ ചിറ്റഗോങ്ങിലെ ഹിന്ദുക്കൾക്ക് ഓൾറെഡി അവിടെ ഒരു ഇൻസർജൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതിനെ നമ്മൾ ശാന്തിവാഹിനി എന്ന് കണ്ട പേര്, അതിനെ നമ്മൾ ഓൾറെഡി ഒന്ന് അടക്കി വെച്ചേക്കുന്നതാണ്. അപ്പം അവര് തന്നെ ഓൾറെഡി നമ്മൾ ആയുധം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്ലസ് ഈ അരക്കൻ ആർമി ആ ഒരു അറിയാലോ, ഈ റക്കീൻ സ്റ്റേറ്റിന് വേണ്ടി അവർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്ഥലത്ത്. അപ്പം ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിന്റെ ഉദ്ദേശത്തെക്കാളും മുഹമ്മദ് യൂനിസിന്റെ ഉദ്ദേശം ബംഗ്ലാദേശിനെ നമ്മൾ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ബംഗ്ലാദേശിനെ അതിനെ കൊണ്ട് ഈ ഭാരതത്തെ കൊണ്ട് ബംഗ്ലാദേശിനെ ആക്രമിപ്പിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിലെ ഇയാളുടെ ഒരു പണി കഴിയും. അതായത് അയാളെ അവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്ന ഒരു പണി, അതായത് ഇന്ത്യനെ ഓൾറെഡി ഒരു ജനങ്ങൾക്ക് നമ്മളോട് ഒരു എമ്യൂണിറ്റി ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ഇന്നും മനസ്സിലായിട്ടില്ല. അത് മതപരമായ ഒരു എമ്യൂണിറ്റി തന്നെയാണ്, ബാക്കിയൊന്നും പറഞ്ഞു വേറെ റീസണും അതിലില്ല. കാരണം അത് നമ്മൾ വെറുതെ വെളുപ്പിച്ചിട്ടൊന്നും വേറെ റീസൺ. അപ്പം ഈ ഇന്ത്യ അറ്റാക്ക് ചെയ്യിപ്പിക്കുക, അപ്പൊ നമുക്ക് അവിടെ ഒരു പ്രശ്നമായി. അതായത് ഈ ഇന്ത്യയുടെ ഏത് ഭാഗത്തും വേണേലും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യക്കുള്ളിൽ തന്നെ അവരുടെ ആൾക്കാരുള്ളപ്പോൾ അവർക്ക് നിങ്ങൾ അവിടെ അടിച്ചു, നിങ്ങൾ രംഗ്പൂറും മറ്റേ ചിറ്റഗോങ്ങും എടുത്തു, സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ബംഗ്ലാദേശികൾ അല്ലെ ബംഗ്ലാദേശ് ടെറർ എലിമെന്റ് ഇവിടെ അടിക്കുന്നതായി, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം വരും. അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ റിസഷൻ വരുന്ന, ഇപ്പൊ നിങ്ങൾ കേട്ടു അമേരിക്കയിലെ ഓഹരി വിപണി തകരുന്നു, ഇന്ത്യ തന്നെ അതിന്റെ റിപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു. ലോകത്തെ അതായത് ഒരുവിധം പെർഫോമിംഗ് ആയിട്ടുള്ള ഒരേ ഒരു ഓഹരി വിപണി അല്ലെങ്കിൽ ഒരേ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്. അപ്പം ബാക്കി രാജ്യങ്ങളിലെല്ലാം റിസഷൻ വരുന്ന സമയത്ത് ഒരു രാജ്യം മാത്രം വളരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, അത് മറ്റുള്ളവരുടെ ഒരു ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന ഒരു കേസാണ്. അതായത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ചൈനയുടെ GDP അല്ലെങ്കിൽ ചൈനയുടെ ഒരു വർഷത്തെ വരുമാനം 20 ലക്ഷം കോടി രൂപയാണെങ്കിൽ നമ്മുടേത് വെറും 4-5 ലക്ഷം കോടിയാന്ന് വിചാരിക്കുക. അപ്പൊ ചൈനയുടെ വരുമാനം എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക മാധ്യമം കൊണ്ട് അതൊരു 10 ലക്ഷം അല്ല 12 ലക്ഷം കോടിയിലോട്ട് മറിയുമ്പോൾ നമ്മുടെ സ്റ്റിൽ 6-7 ലക്ഷം കോടി വരെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ അവര് ചെറുതായതുകൊണ്ട് നമ്മൾ വലുതാകുന്ന ഒരു എക്കണോമിക്കലായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ മീൻസ് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞാണ് ആ എമൗണ്ട്. ആ ഒരു സാഹചര്യം വരാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല. അപ്പം മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ച് ഇത് അവര് ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു വാറല്ല, ഇന്ത്യനെ ഡിസ്റ്റബിലൈസ് ചെയ്യാന്നുള്ള അവരുടെ പ്രൈമറി ആയിട്ടുള്ള മോട്ടീവിന് ഉള്ളൊരു ശ്രമമാണ് ഈ കാണുന്നത്.